ഫോണും പിടിച്ച് കുറേ നേരം ഒരേരപ്പന്മാർ ഓണായിട്ട് വിളിക്കണ്ടേ. അസിയ നിങ്ങൾ ഫോണിൽ നോക്കിക്കാലേ ഈ എന്താ നേരം പയ്യേ? അല്ല സീസ്ക, ഓണായിട്ട് ഒരൊറ്റ ഒന്നിനെ വിളി കാണുന്നില്ലല്ലോ കുറച്ചാനെ. ഞാനും കുറേ നേരമായി സാറേ ഫോണിൽ നോക്കി കുത്തിരിക്കുന്നത്. രാവിലെ തൊട്ട് ഇവിടെ കുത്തിരിക്കാറുണ്ട്. ഓരേരപ്പന്മാരും നമ്മളെ വിളിക്കാൻ. സാധാരണ ഏതെങ്കിലും ഒന്നെങ്കിലും വിളിക്കുന്ന ഇപ്പൊ സമയം ഉണ്ടല്ലോ. സമയത്രേ 12:30 മണി കഴിഞ്ഞു. 12:45. അതാ ഞാൻ പറഞ്ഞത്. എന്താ ചെയ്യപ്പോ? എന്ത് ചെയ്യാൻ? ആരും വിളിക്ക്. A few moments later. അന്നാരും വിളിച്ചില്ലല്ലോ. ഇന്നെ വിളിക്കും. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കസവിന് മുമ്പ് കാക്കടുത്ത് പോയി വാങ്ങിക്കൊണ്ടുപോകുന്നത്. അല്ല ഇന്നാല് ഇന്നെയും വിളിക്കാൻ ആര്? നമ്മളെ കമ്പനിക്കാര്. ഈ ആഴ്ച 50 കമ്പനിക്കാരല്ല. നിങ്ങൾ ഈ ബാച്ച് കണ്ടോ? ഇത് കണ്ടോന്റെ അടുത്ത് വാങ്ങിക്കൊണ്ടുപോകാം. മാറ്റിയിട്ട് ആള് വേണം 2 മണിക്കൂർ 3 മണിക്കൂർ വീട്ടിൽ ഞാൻ കുറെ നേരം നിന്ന് അവിടുന്ന് വിളിയില്ല. നിങ്ങൾ ഇവിടെ വിളിക്കുമ്പോ നിങ്ങളെ വിളിക്കുന്ന ആരെയും ഒപ്പരം പോകാൻ അല്ല വിളിക്കും സമയമായിട്ടുള്ളത് 1:15 ടൈമാ. ഓരോ ടൈമാ. അതായത് നമ്മള് സദ്യ കൊടുക്കുന്ന സമയം. ഇന്നെ വിളിക്കാൻ ഒരാളുണ്ട്. ഞാൻ ആദ്യം കാത്താ. ഇനിയിപ്പോ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വരുന്നുണ്ട്. ഇന്നാരെയും വിളിക്കുകയാണെങ്കിൽ നിങ്ങളും പോരി. അങ്ങനെ ആയിക്കോട്ടെ. 1 hour later. അല്ല സാറേ, ഞമ്മക്ക് ആ രജീഷിനൊന്ന് വിളിച്ചു നോക്കിയാലോ? ചിലപ്പോ നമ്മളങ്ങോട്ട് വിളിച്ചിട്ട് ചിലപ്പോ നമ്മളങ്ങോട്ട് വിളിച്ചാലോ? അല്ല എന്താ അറിയോ, ചിലപ്പോ അവനോട് വിട്ടുപോയതായിരിക്കും. വിളിച്ചോ സമയം 2 മണിയായിരിക്കും. ആളാലും കൂടെ പേശന്നോട് പൊരിയ കാരണം. ഞാൻ നേരത്തെ ഓരോ നമ്പർ എടുത്തിട്ട് ഞാൻ പിന്നെ ഇനിയും കൂടി വന്നിട്ട് ഞാൻ വിളിച്ചോട്ടോ. മിണ്ടല്ലേ, ചിരിക്കല്ലേ? ഫോൺ എടുക്കേക്ക്. അല്ല രജിസേ, എന്തൊക്കെയാണ് സ്ഥിതി? എവിടെ ഉള്ളത്? ഞാൻ സാറ് ഇവിടെ ഉണ്ട്, പുരയുണ്ട്. ഞാൻ സാറിനെ കൊടുക്കാം. AP ആണോ? ഹലോ രജീഷ് ഭായ്. എന്താ സ്ഥിതി? ഒന്നുമില്ല, ഒരു ഹാപ്പി ഓണം പറയാൻ വേണ്ടി വിളിച്ചാണ്. ഹാപ്പി ആണോ? എന്തൊക്കെ പിന്നെ രണ്ടാമത്തെ പരിപാടി? ഞങ്ങളിതാ ഇവിടെ താഴത്ത് അസീസ് ഖാൻ വീട്ടിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ല അങ്ങനല്ല, വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടോ എങ്ങനൊക്കെ ആണെന്നുള്ളത് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കിയതാ. നിസാറേ, ഞാന് എന്റെ എല്ലാ പെരുന്നാളിനും എന്നെ വിളിക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ അവരുടെ വീട്ടില് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഞാൻ ഭക്ഷണം, ബിരിയാണി, പിന്നെ മട്ടനൊക്കെ ഉണ്ടാക്കുന്ന, പിന്നെ ചിക്കനൊക്കെ പൊരിക്കുന്നുണ്ട്. അതിനൊക്കെ ഓരോ തിരക്കിലാണ്. പെരുന്നാളിന് വിളിച്ച കുറച്ച് ആളുകളുണ്ട് അല്ലേ? അതന്നെ, അത് നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും വിളിക്കാനാ കുറച്ചായിട്ട്. ആയിക്കോട്ടെ എന്നാ ശരി. ഓനെന്താ സാറേ? അവൻ്റെ പെരുന്നാളിന് കുറച്ച് ആളുകൾ അവനെ വിളിച്ചിരുന്നാലേ. ഓല് വീട്ടിലേ വരുന്നുണ്ട്. ഓൽക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ പെരുന്നാളിന് ആരെയും വിളിച്ചിരുന്നു? ഞാൻ കഴിഞ്ഞ പെരുന്നാളാരും വിളിച്ചില്ല. അതിൻ്റെ ഒരൊറ്റ കുഴപ്പമാണ്, മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇനിയോ ഈ കഴിഞ്ഞ പെരുന്നാൾ ആരും വിളിച്ചിരുന്നു? ഞാൻ ഇവിടെ അല്ലല്ലോ, എൻ്റെ ഓളെ വീട്ടിലല്ലേ. ഇപ്പം ഞാൻ എനിക്ക് ഓലെ വിളിക്കാൻ പറ്റുമോ? എൻ്റെ വർത്തമാനം കേട്ടാൽ പോലെ ഈ എല്ലാവരെയും വിളിക്കുന്നവനാണ്. ഈ വിളിച്ചില്ലല്ലോ, ഞാനും വിളിച്ചില്ല. ഇവിടെ ഇപ്പം എന്താ സ്ഥിതി? ആരും വിളിച്ചില്ല. ഞാൻ ഒരു കാര്യം പറയാം. അടുത്ത പെരുന്നാളിനായാലും വേണ്ടില്ല 1 കിലോ അരിയെങ്കിലും അധികം ഇട്ടിട്ടെ കുറച്ചാണെങ്കിലും വിളിച്ചോണ്ടി. അത് തന്നെ എനിക്ക് എന്നോട് പറയാം. 1 കിലോ അരിയല്ല, 2 കിലോ അരി ഇട്ടും കഴിഞ്ഞാൽ ആരെങ്കിലും കമ്പനിക്കാരൊക്കെ ഒന്ന് വിളിച്ചോണ്ട് 10 കമ്പനിക്കാരെ വിളിച്ചോ കേട്ടോ. ഞാൻ മറന്നു വേണം. ഈ മുണ്ട് കൊണ്ടേ കൊടുത്താൽ കുറച്ച് ചോറ് ആയിരത്തി തിന്നാളെ. ഇന്നലത്തെ ചോറാണ് ആയിരത്തി തിന്നിട്ട്. സമയം 2 മണിയായിട്ടോ. ഞങ്ങളുടെ ചാനൽ കണ്ട് ഞങ്ങൾക്ക് വേണ്ടി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്ന എല്ലാവർക്കും സാറാസ് നസീം ഞമ്മളെ കോഴിക്കോടിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.